ഇത്ര എളുപ്പത്തിലും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം കേട്ടോ. എല്ലാ കേക്കിനും ബേസ് ആക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കണേ. അപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് അളന്നത് തന്നെ എടുക്കാം. അതിലേക്ക് ഇനി സോഡാപ്പൊടിയാണ് ചേർക്കണേ. നമ്മുടെ ഉള്ളിൽ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കതൊരു കാ ടീസ്പൂൺ തുടങ്ങി ഒരു അര ടീസ്പൂണിൻ്റെ ഉള്ളിലാണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വട്ടം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചോക്ലേറ്റ് കേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു 4 to 5 ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ നല്ല കളർ കിട്ടും. ഇനി നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കണേ. 2 കോഴിമുട്ട നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് പൊടിയിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് ഓയിൽ, അതാണ് അതിൻ്റെ കണക്ക്. ഇനി 1/2 ഗ്ലാസ് അളവിൽ നമുക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. 1 ഗ്ലാസ് പൊടിക്ക് 1/2 ഗ്ലാസ് ഓയിൽ, 1/2 ഗ്ലാസ് പഞ്ചസാര, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. ഇനി 1 മിനിറ്റിൻ്റെ സമയത്തേക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. നിർത്തി ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് അടിക്കുമ്പോൾ ഇതിലേക്ക് ചൂട് വരും. അപ്പോൾ ജസ്റ്റ് ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് നിർത്തി 1 മിനിറ്റിൻ്റെ നേരത്തേക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം ഈ ബാറ്റർ നമ്മുടെ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒരേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കണേ. ക്ലോക്ക് വൈസ് ആണെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൽ കട്ടി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാല് നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അതിൻ്റെ ബാറ്റർ നമ്മൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഓവണൊന്നും യൂസ് ചെയ്യാണ്ടായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതിലേക്ക് ഒരു പാൻ നമുക്ക് അടപ്പത്ത് വെക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതും കൂടി വെക്കണേ. അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ എയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി നന്നായി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ബബിൾസ് ഒന്നും വരില്ല അധികം. എന്നിട്ട് അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് വേവിക്കാം. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇതിലാണ് ഫ്ലെയിം വയ്ക്കേണ്ടത്. ഇനി അതിൻ്റെ ആ എയർ പോകുന്ന സ്ഥലത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഗ്രാമ്പ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വല്ല ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എയർ പോകാണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് അത് 25-30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കേക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട. ഇത് ഏത് കേക്കിൻ്റെ ബേസായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ അങ്ങനെ ഏത് വേണമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് നമുക്ക് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതുമ്പോൾ എന്തെങ്കിലും പറ്റി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 30 മിനിറ്റ്സ് വരെ വേണം കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അത് ചൂടാറിയതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം മുറിച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.